അതിൽ ജോലി ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ ഊന്നിപ്പറയുന്നുണ്ട്. ആ പടത്തിൽ നിന്ന് നമ്മളെല്ലാവരും പാഠം പഠിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം മാത്രമേ ശരിക്കും നടക്കുന്നുള്ളൂ, അത് പണിമുടക്ക് വ്യവസായമാണ്. അത് വളരെ ആദായകരമായി നടക്കുന്നുണ്ട്. ഇത് കേരളമാണ്. കേരളക്കാർ ജോലി ചെയ്യാൻ സമർത്ഥന്മാരാണ്. കേരളത്തിനകത്തല്ല, പുറത്ത്. കേരളത്തിന് പുറത്ത് പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഡൽഹിക്കടുത്ത ഫരീദാബാദ് മുതലായ സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ നല്ലവണ്ണം ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇതും അറിയാം എന്ന് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. വേറെ പല രാജ്യങ്ങളിൽ ചെന്നപ്പോൾ മലയാളികളായ ആളുകൾ നന്നായി ജോലി ചെയ്യുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ലിബിയയിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഒരുപാട് വീടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ വീടുകൾ വളരെ മാതൃകാപരമായ വീടുകളാണെന്നാണ് ലിബിയൻ ഭരണാധികാരികളുടെ അഭിപ്രായം. ഇവിടെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വീടുകളും കെട്ടിടങ്ങളും കെട്ടാൻ ഏറ്റിട്ട് അത് കെട്ടാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതെല്ലാം കെട്ടാൻ അറിയാം. അത് ചെയ്യുന്നത് കേരളത്തിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തു പോയാൽ നല്ല ജോലിക്കാരാണ് നമ്മൾ. എല്ലുമുറിയെ ജോലി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നുള്ളതാണ് പഴമക്കാരായ ആളുകൾ പറഞ്ഞത്. പഴമക്കാരായ ആളുകൾ പറഞ്ഞതിൽ പലതും സത്യമുണ്ട്. ഇത് അതുപോലെയുള്ളൊരു സത്യമാണ്. ജോലി ചെയ്യാൻ നിങ്ങൾ ദൂരരാജ്യങ്ങളിൽ പോയി അവിടെ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. വിസ തട്ടിപ്പിന് നിങ്ങൾ വിധേയരാവേണ്ടതില്ല. എന്തെങ്കിലും മുദ്രാവാക്യം എനിക്ക് നൽകുവാനുണ്ടെങ്കിൽ മുന്നോട്ട് 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 എന്ന് മാത്രമാണ്. സമൂഹത്തിൽ പുതിയ ചിന്താ വിപ്ലവത്തിന് CH എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വഴിതെളിച്ചു. കേരളത്തിന്റെ പൊതുജീവിതത്തിന് ആ മഹാനുഭാവൻ നൽകിയ സംഭാവനകൾ നിത്യസ്മരണീയങ്ങളാണ്. CH, അതിനു പകരം മറ്റൊരു CH ഇല്ല. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ അടിവേരായി വർത്തിച്ചത് CH മുഹമ്മദ് കോയയുടെ വിലപ്പെട്ട ജീവിതാശയങ്ങളാണ്. ചൈതന്യധന്യമായൊരു ജീവിതം, കർമ്മനിരതമായൊരു അധ്യായത്തിന്റെ പരിസമാപ്തി, ഓർത്തോർത്ത് കോൾമയിൽ കൊള്ളാൻ എത്രയോ മധുരാനുഭവങ്ങൾ. ഈ വഴിത്താരയിൽ പ്രകാശം ചുരിഞ്ഞിരുന്ന ആ ധ്രുവനക്ഷത്രം പൊതിഞ്ഞു. ചരിത്രത്തിന്റെ ഈ നാൾക്കവലയിൽ നമുക്ക് ഒരു വഴികാട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ CHന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു.